ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് ഈ കാണുന്ന സ്ട്രൈക്കുകളായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 5 സ്ട്രൈക്കിലും ട്രേഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പോവാം. സ്പോട്ട് ചാർട്ടിലേക്ക് പോവാം. ഈ യെല്ലോ ലൈൻ കാണില്ല, 23,807.30. ഇതാണ് മെയിനായിട്ടുള്ള നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കേട്ടോ. ഈ റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് വൺ ഡേയിലാണ് പറഞ്ഞത്. വൺ ഡേ ടൈം ഫ്രെയിമിൽ ഈ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് ഈ ലെവലിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അപ്സൈഡ് മൊമെൻ്റ് തന്നെയാണ് നിഫ്റ്റിക്ക് ഉണ്ടാകാൻ പോണത്. എന്ന് അത്യാവശ്യം നല്ല രീതിക്ക് അടിയിലേക്ക് വരെ നോക്കിയിട്ടുണ്ട് കേട്ടോ നിഫ്റ്റി. ഇപ്പോൾ വൺ ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. പിന്നെ 23,807 റിജക്ഷൻ വന്നേക്കണത്. ഇനി ഇതിൻ്റെ മുകളിൽ 23,807 മുകളിൽ വൺ ഡേയിൽ നമുക്കൊരു സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടണം. റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി ക്ലോസ് ഈ ലെവലിൻ്റെ മുകളിൽ കിട്ടണം. അപ്പോഴാണ് ഫർദർ മൂവ്മെൻറ്റ്. ബാങ്ക് നിഫ്റ്റി സ്ഥിതി വേറെ ഒന്നല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. നിങ്ങൾ വൺ ഡേ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ പോകാം കേട്ടോ. ഇന്നുണ്ടായിരുന്ന ട്രേഡാണ് 21,650 PE ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് 3 ട്രേഡാണ് ആക്ടിവേറ്റ് ആയത്. അതിലൊരു ട്രേഡ് നമുക്ക് SL ആണ്, ഒരു ട്രേഡ് 1:1 ആണ്, ഒരു ട്രേഡ് ആക്റ്റീവാണ്. പക്ഷെ എന്ന് വെച്ചാൽ പ്രൈസ് ഹൈ ആണ്, പിന്നെ അത് എടുക്കാൻ പറ്റില്ല. 3 ആക്റ്റീവ് ആയിക്കണത്. പിന്നെ ഇത് 21,650 PE നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലൊക്കെ കിട്ടുന്ന ട്രേഡുകളാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈങ് 2 സ്ഥലത്ത് ഇതിന് ബൈങ് ഉണ്ടായിരുന്നു. ഒന്ന് 59.20 പിന്നെ 76.45. ഈ 2 സ്പോട്ടിലും ബൈ ഉണ്ട്. അപ്പോൾ 59.20 പ്രൈസിൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ക്ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, കറക്റ്റ് റിജക്റ്റ് ആക്കി. അടുത്തത് പിന്നെ ഇഷ്ടം പോലെ 2-3 മിനിറ്റ് ക്യാൻഡിൽസ് നമുക്ക് ടൈമുണ്ട് ബൈ എടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രേഡ് നമുക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്യണം, നല്ല കാര്യമുള്ളൂ. നന്നായിട്ട് ഹോൾഡ് ചെയ്താലാണ് 50 പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ട്രേഡ് ഉണ്ടായിരുന്നത് 76.45 എന്ന് പറഞ്ഞ പ്രൈസിലാണ്. സെയിം സ്ട്രൈക്ക് തന്നെയാണ്. അതിലൊറ്റ സ്ട്രെച്ചിൽ തന്നെ 40 പോയിൻ്റ് അടുത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇത്തിരി വീക്ക്നെസ് ഒക്കെ കാണിക്കുമായിരുന്നു. നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ട്രേഡുകളാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ നോക്കുക, ഒരു 10 മണിക്കുള്ള ട്രേഡാണ്. പിന്നെ ഈ രണ്ടാമത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 10:30 കഴിഞ്ഞിട്ട് കിട്ടിയ ട്രേഡാണ്. രണ്ടും 2 ടൈമാണ്. ഇനിയിപ്പോൾ 10 മണിക്ക് എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് 10:30 എടുക്കാം. എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റ് ചെയ്യുന്ന ട്രേഡിലാണ് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന ട്രേഡ് 23,750 CEയിലാണ്. നേരത്തെ PE ആണ് പറഞ്ഞത്, ഇപ്പോൾ CEയിലാണ്. 30 പോയിൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നുള്ള ട്രേഡാണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. അടുത്ത മിനിറ്റിൽ 2 മിനിറ്റ് നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ മിക്കവർക്കും എടുക്കാൻ പറ്റുന്ന എൻട്രി തന്നെയാണ് കേട്ടോ അത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയാണ്. ഇത് 100 പോയിൻ്റ് അച്ചീവ് ചെയ്തുള്ള ട്രേഡാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ ബാങ്ക് നിഫ്റ്റി എല്ലാവരും ചിലപ്പോൾ എടുത്തിട്ട് പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ചിലപ്പോൾ ഒരു മിനിമം പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടാകുന്ന സാധ്യതയുണ്ട്. അത്രയും ഹോൾഡ് നിന്നാലാണ് ഈ ട്രേഡിൽ ഫുൾ ടാർഗറ്റ് വരുള്ളൂ. ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിലേക്ക് 5 മിനിറ്റിൽ വന്നു, മനസ്സിലായാലും. പിന്നെ ട്രേഡ് എടുക്കുക, ഒന്നെങ്കിൽ ലിമിറ്റിൽ നിന്ന് എടുക്കുക, അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുക. എങ്ങനെ എടുത്താലും ശരി SL പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. ഇന്നത്തെ ഒരു ദിവസം ട്രേഡ് ആക്ടിവേറ്റ് ആയ ശേഷം പിന്നെ ഇന്നത്തെ ഒരു ദിവസം ക്യാൻഡിൽസ് SL സൈഡിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെയാണ് 100 പോയിൻ്റ് കിട്ടുന്നത്. ലാസ്റ്റ് മിനിറ്റ് ക്യാൻഡിലാണ്, ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് മിനിറ്റ് ക്യാൻഡിലാണ് ഫുൾ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അത്രയും നേരമൊക്കെ ഒരാൾ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൈൻഡ് സെറ്റ് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ ഒക്കെ കണ്ടില്ലേ, നല്ല രീതിക്ക് ഒരു 95 പോയിൻറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇവിടെ 95 പോയിൻറ്റ്, ഇവിടെ ഒരു ജസ്റ്റ് 100 പോയിൻറ്റ് അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പോവും. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ശരി, ഇതൊരു 10-75-80 പോയിൻറ്റ് അവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എക്സൈറ്റ് അടിക്കുന്നവർക്ക് അടിക്കാം. പിന്നെ രാവിലെ നമുക്കുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നമുക്ക് 51,800 CE ഈ സ്ട്രൈക്കിലൊക്കെ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കൊരു മിനിമം പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് SL തന്നെയാണ്. എവിടെ ഒരു മിനിമം പ്രോഫിറ്റ് ഒരു 17-18 പോയിൻ്റാണ് കിട്ടിയത് ഈ ട്രേഡ്. പക്ഷേ അവിടെയും ഡയറക്റ്റ് SL തന്നെ പറയാം കേട്ടോ. നമുക്ക് മിനിമം പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലേ. അതും ഡയറക്റ്റ് SL ആണ്, ഇതും ഡയറക്റ്റ് SL ആണ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് നിഫ്റ്റിയിലായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് ഡയറക്റ്റ് SL തന്നെയാണ്. ഒരു SL വന്നിട്ടുണ്ട്, രാവിലത്തെ ട്രേഡ് തന്നെയാണ്. പക്ഷേ ഈ ട്രേഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 21,700 CE നമുക്ക് രാവിലെ ഫസ്റ്റ് SL ആണ്. പക്ഷേ PEയിൽ നമുക്കൊരു 10 പോയിൻറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ആണ്. ക്രൂഡ് ഓയിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഇട്ടാണ് SL 30 പോയിൻ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറയ്ക്കാം. നമുക്ക് 30 പോയിൻറ്റ് കൊടുക്കണമെങ്കിൽ ഇത്തിരി കുറയ്ക്കുക, അതൊരു 10 പോയിൻറ്റിക്ക് ഇടുക, അല്ലെങ്കിൽ 20 പോയിൻറ്റിക്ക് ഇടുക, എങ്ങനെയാണ് ഇടാം. പക്ഷേ എന്നിട്ട് SL അടിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ റീ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ 20 പോയിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ ഒരു 10 പോയിൻറ്റ് 15 പോയിൻ്റൊക്കെ പോകുമായിരിക്കും. ഇവിടെ നമുക്ക് SL അടിച്ചു തന്നെ വയ്ക്കി, പിന്നെ റീ എൻട്രി ആണ്. തിരിച്ച് കയറുമ്പോൾ പിന്നെ റീ എൻട്രി എടുക്കാം.
അതാണ് ചെയ്യേണ്ടത്. ലിമിറ്റഡ് തന്നെ മാക്സിമം ബൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതേ 20 പോയിൻ്റ് തന്നെ ഇടുക. 20 പോയിൻ്റ് എസ് എൽ ഇട്ടിട്ട് അടിച്ച് വാങ്ങി ഇങ്ങനെ ചെയ്യുക. ഇത്രേ ഉള്ളൂ കേസ്. ഇപ്പോൾ ഈ ട്രേഡാണ് റൺ ചെയ്ത് തുടങ്ങുന്നത്. ഇനി 30 പോയിൻ്റൊക്കെ എസ് എൽ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങനെ നോക്കുക. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61-66 ടാർഗറ്റ് കേട്ടോ. ഇതാണ് ഗോൾഡിൻ്റെ വ്യൂ. ഗോൾഡ് 36.953 ലെവലും 29.99.618 ഈ ലെവലിലാണ്. ഈ രണ്ട് ലെവലാണ് സപ്പോർട്ടിന് റെസിസ്റ്റൻസ്. ഇത് ബ്രേക്ക് ചെയ്താലാണ് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. 5 മിനിറ്റ് ക്യാനിലാണ് എൻ്റെ ടൈം ഫ്രെയിം വരുന്നത്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് നോക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യുക. ഓപ്ഷൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ, നമ്മൾ സ്റ്റോക്ക് ചെയ്യണ പോലെ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യണ പോലെ ഒന്നല്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെങ്ത് ആവേണ്ടതും ടെക്നിക്കലി സ്ട്രോങ് ആവേണ്ടതായിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് അങ്ങനെയും ടെക്നിക്കലി സ്ട്രോങ് ആകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ മെൻ്റലി വീക്കാണെങ്കിലും ഇപ്പോൾ പല ചാനൽസിൽ ഞാൻ കാണാറുണ്ട് സൈക്കോളജിനെ കുറിച്ച് പഠിപ്പിക്കൽ. സൈക്കോളജി സൈക്കോളജി ഒക്കെ ഉള്ള സംഭവം തന്നെയാണ്. സൈക്കോളജി ഒക്കെ വേണം, ഇല്ല ഒന്നും പറയാനുള്ളത്. പക്ഷേ സൈക്കോളജി മാത്രം പോരാ. നിങ്ങളിപ്പോൾ എത്രത്തോളം സൈക്കോളജി നിങ്ങൾ ബിൽഡ് ചെയ്താലും, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വരുമ്പോൾ പേടിക്കാൻ പാടില്ല, ലോസ് വരുമ്പോൾ എക്സിറ്റ് അടിക്കാൻ പറ്റണം. ഇതാണ് സൈക്കോളജി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സംഭവം. അത്രയും മൈൻഡ് സെറ്റാണ് നിങ്ങൾ കിട്ടേണ്ടത്. അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 ക്യാൻഡിൽ നിങ്ങളോട് നോക്കാം. ട്രേഡ് എടുത്ത ശേഷം 10 ക്യാൻഡിൽ നോക്കുക. 10 ക്യാൻഡിൽ പ്രോഫിറ്റും ലോസ് ഒന്നും വരുന്നില്ലെങ്കിൽ, അതായത് എസ് എൽ അടിക്കണില്ല എന്ന് വെച്ചാൽ മിനിമം പ്രോഫിറ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് സൈക്കോളജി അവിടെ ബിൽഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ സ്ഥിരം ഒരു 2-3 മാസം അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ 10 മിനിറ്റ് എങ്കിലും നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. കാര്യം ഒന്നറിയാണ്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അത് പറയാലോ, സത്യം പറയാലോ. നമുക്ക് ഇതിപ്പോൾ ഇതിനൊന്നും ഈ ഓപ്ഷൻസ് എന്താണെന്ന് അറിയില്ല, ട്രേഡിംഗ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ഇത് ഹോൾഡ് ചെയ്യണതും വിൽക്കണതും മേടിക്കണതൊന്നും വലിയ സീനില്ല. ബേസിക്കലി നിങ്ങൾ ഒരു 3-4 കൊല്ലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് 10 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈയിങ് കേട്ടോ. നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ട്രേഡ് എടുക്കാൻ കോൺഫിഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ട്രേഡ് എടുക്കണമെന്ന് അറിയണം. അതായത് ഏത് സ്ട്രൈക്കിൽ ഏത് ബൈയിങ് പ്രൈസിലാണ് ട്രേഡ് എടുക്കേണ്ടത്. ഞാൻ സ്ട്രൈക്കിൽ ഇഷ്ടം പോലെയാണ് കിട്ടിയത്, ഇത്രയും സ്ട്രൈക്കുകളുണ്ട്. അപ്പോൾ ഈ സ്ട്രൈക്കിലൊക്കെ ഏതാണ് അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ബൈയിങ് പ്രൈസ് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ. അവിടെയാണ് ഒരു 50% നിങ്ങളുടെ സൈക്കോളജിയും കോൺഫിഡൻസും ബിൽഡ് ആകുള്ളൂ. മനസ്സിലായാലും. അപ്പോൾ നിങ്ങൾ ആ ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു സ്റ്റഡികൾ നിങ്ങൾ പഠിക്കുക. എന്നാലാണ് കാര്യം നടക്കുള്ളൂ. പിന്നെ നിങ്ങൾ കൊടുക്കണ എസ് എല്ലിൽ കുറച്ച് കൊടുക്കാൻ നോക്കുക. എടുക്കണ പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ നോക്കുക. നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള പരിപാടി ഇത് മാത്രമാണ് ട്രേഡിങ്ങിൽ. അല്ലാണ്ട് ഒരു മന്ത്രമില്ല ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ കളയാണ്ട് നോക്കണം, മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെനക്കെട്ടിരുന്നാൽ തന്നെ അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് വരിക. പത്രങ്ങളിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.